ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. കഴിഞ്ഞ 1-2 അധ്യായങ്ങളിലായി ദാവീദ് ചെയ്യുന്ന യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു വരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ വായിച്ച 2 ശമൂവേൽ 12:26 മുതൽ 31 വരെ പറയുന്ന ഭാഗങ്ങൾ ആണ് വീണ്ടും ചരിത്രകാരൻ ഇവിടെ ആവർത്തിക്കുകയാണ്. ഇവിടെ പ്രത്യേകം പറയുന്നു, യുദ്ധങ്ങൾ നടന്നിരുന്നത് വസന്തകാലത്താണ്. ശൈത്യകാലത്ത് യുദ്ധങ്ങൾ നടന്നിരുന്നില്ല. കാരണം നല്ല തണുപ്പുള്ള സമയത്ത് മനുഷ്യർക്ക് പുറത്തിറങ്ങുക തന്നെ പ്രയാസമാണ്. ആ സമയത്ത് അവരവരുടെ വീടിനുള്ളിൽ തന്നെ സംരക്ഷിതമായിട്ട് കഴിയുകയും വസന്തകാലമാകുമ്പോൾ ആ വലിയ തണുപ്പ് മാറി നല്ല കാലാവസ്ഥ വരുമ്പോൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നു. നല്ല കാലാവസ്ഥകളൊക്കെ വരുമ്പോൾ ദൈവത്തിന് കൂടുതൽ നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട സമയം. യുദ്ധത്തിലാണ് അന്നത്തെ ജനം പലപ്പോഴും ഏർപ്പെടുക. കാരണം ഇസ്രായേലിന് ചുറ്റും ജാതികളാണ്. അവർക്ക് ദൈവഭയമോ ദൈവികമായ ചിന്തകളോ ഇസ്രായേലിനുള്ളതുപോലെ ഇല്ല. പ്രകൃതി ശക്തികളെ മാത്രം ദൈവമായി കണ്ട് അതിനെ മാത്രം ആരാധന അണിക്കുന്ന മനോഭാവം. അപ്പം അവരിൻ്റേതുകൂടി തൻ്റേതാക്കുക എന്നുള്ള മനോഭാവത്തോടു കൂടി യുദ്ധം ചെയ്ത് പിടിച്ചടക്കുന്നതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് അന്നത്തെ രാജാക്കന്മാരും ജനങ്ങളുമൊക്കെ വിശ്വസിച്ചിരുന്നു. അങ്ങനെയുള്ളവരെയാണ് ജനം കൂടുതൽ ആദരിച്ചിരുന്നത്, ബഹുമാനിച്ചിരുന്നത്. അവർക്കാണ് കൂടുതൽ സമ്പത്തും ലഭിച്ചിരുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ സ്വാർത്ഥ ചിന്തയാൽ അപ്രകാരമുള്ള ചിന്തകളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് വസന്തകാലം വരുമ്പോഴൊക്കെയും അതിഭയങ്കരമായ യുദ്ധം നടക്കുകയും ധാരാളം ആളുകൾ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ആ കാലങ്ങളിൽ ആ നാടുകളിൽ സംഭവിച്ചിരുന്നുവെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം തരുന്നതായ നല്ല സാഹചര്യങ്ങളെ ദൈവത്തിന് നന്ദി പറയുവാനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ഭൂമിയെ ദൈവം നമുക്ക് ജന്മം നൽകുന്നു. ഈ ഭൂമി കാണുവാനും അനുഭവിക്കുവാനും ഈ ഭൂമിയിലെ സന്തോഷം പങ്കുവയ്ക്കുവാനും ഒക്കെ ദൈവം അയച്ച മനുഷ്യൻ അതിൽ നിന്ന് വ്യത്യസ്തനായി ചിന്തിക്കുന്നു. കാരണം പൈശാചിക പ്രലോഭനങ്ങൾ ഈ ഭൂമിയിൽ ശക്തമായി ഉള്ളതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദാവീദ് ചെയ്ത യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ 2 ശമൂവേൽ 11:1 മുതൽ ചില ഭാഗങ്ങളിൽ ദാവീദ് ചെയ്തതായ തെറ്റിനെക്കുറിച്ച് ഉണ്ട്. അതായത് ഊരിയാവിൻ്റെ ഭാര്യ ബേർശേബയെ സ്വന്തമാക്കാൻ വേണ്ടി ഊരിയാവിനെ ഹീനമായി കൊല്ലുവാൻ അദ്ദേഹം ചെയ്തതായ ആ കാര്യങ്ങൾ ഒരിക്കലും ചരിത്രകാരൻ ഇവിടെ രേഖപ്പെടുത്തുന്നില്ല. കാരണം ദാവീദിനെ ഒരു ഉത്തമ പുരുഷനായി മാത്രം ലോക ചരിത്രത്തിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം ഇവിടെ ഉണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. മിക്കവാറും നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ചരിത്രകാരന്മാർ പലപ്പോഴും ബയസ്ഡാകാറുണ്ട്. അവർ സ്നേഹിക്കുന്ന ആളുകളുടെ തെറ്റുകളെ മറച്ചു വയ്ക്കുകയും മറ്റുള്ളവരുടെ തെറ്റുകളെ കൂടുതൽ അവർ പരാമർശിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നതായ ഒരു കാര്യം, അത് മാനുഷികമായ ഒരു ബലഹീനതയായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. എന്നാൽ ദാവീദ് പാപം ചെയ്തു, ആരും അറിയാതെ അവൻ ചെയ്തു. ആ തെറ്റിനെ യഹോവയായ ദൈവം നാഥാൻ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ ദാവീദ് പിന്നീട് അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. ദാവീദ് ദൈവസന്നിധിയിൽ അത് പൂർണ്ണമായി ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് എഴുതിയ സങ്കീർത്തനം നമുക്കറിയാം. 51-ാമത്തെ സങ്കീർത്തനമാണ്. ദൈവമേ, നിൻ്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിൻ്റെ കരുണയുടെ വ്യക്തി പ്രകാരം എൻ്റെ പാവങ്ങളെ മായ്ച്ചു കളയണമേ എന്നൊക്കെ പറഞ്ഞ് ദാവീദ് എഴുതിയതായ സങ്കീർത്തനം. ദാവീദിൻ്റെ ഒരു വലിയ ഗുണം അതായിരുന്നു, അദ്ദേഹവും ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പൈശാചിക പ്രലോഭനങ്ങളെയൊക്കെ അദ്ദേഹത്തിന് ജീവിക്കേണ്ടതായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ ചില ബലഹീനതകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അത് ബോധ്യമാകുമ്പോൾ യഥാർത്ഥമായി പശ്ചാത്തപിക്കുവാനും ഏറ്റുപറയാനും വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനുമുള്ളൊരു പ്രവണത ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദാവീദിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത.
ആ ഗോത്രത്തിൽ നമ്മുടെ കർത്താവ് മനുഷ്യാവതാരം ചെയ്യാൻ കാരണമായതും മറ്റ് ഗോത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യഹൂദ ഗോത്രത്തിന് ഉണ്ടായിരുന്ന ഒരു വലിയ പ്രത്യേകത, അതിൽ ആ ഗോത്രത്തിൽ ജനിച്ച ദാവീദിൻ്റെ ആ വലിയ പ്രത്യേകത ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിവാവധി പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും പാപം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ദാവീദിനെ പോലെ യഥാർത്ഥമായി പശ്ചാത്തപിക്കുവാനുള്ള ഹൃദയം നമുക്കുണ്ടെങ്കിൽ നിന്റെ പാപം എത്ര കഠിനമായിരുന്നാലും മഞ്ഞുപോലെ അതിനെ ശുദ്ധീകരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുവാൻ തയ്യാറാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുകയും അങ്ങനെ ഏറ്റുപറയാനുള്ള ഒരു മനോഭാവം നമ്മളുണ്ടാവുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. ഇവിടെ അതുകൊണ്ട് അതിനുശേഷം നമ്മൾ കാണുന്നു ദാവീദ് ആ നേതൃത്വത്തിൽ യോബാബായിരുന്നു ദാവീദിൻ്റെ ഏറ്റവും വലിയ ഒരു സൈന്യാധിപൻ. അദ്ദേഹത്തിൻ്റെതായ നേതൃത്വത്തിൽ വീണ്ടും അമ്മോന്യയിലെ യുദ്ധം ചെയ്ത് ഇവിടെ കീഴ്പ്പെടുത്താൻ കാരണമില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്തില്ലെങ്കിൽ അവർ ഇവരോട് യുദ്ധം ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് അവരെ യുദ്ധം ചെയ്ത് അവരെ കീഴ്പ്പെടുത്തുകയും അവരുടെ രാജാവിൻ്റെ കിരീടം, സ്വർണ്ണത്താൽ നിർമ്മിതമായ കിരീടം ദാവീദ് എടുത്ത് അണിഞ്ഞു എന്ന് നമ്മൾ കാണുന്നുണ്ട്. രാജാവ് എന്നതിനും ദൈവം എന്നതിനും ഒരേ പദം തന്നെയാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെപ്പറ്റി ചരിത്രകാരന്മാർ പറയുന്നത് ദാവീദ് ഒരുപക്ഷെ അവരുടെ ദൈവത്തിൻ്റെതായി അവരുപയോഗിച്ചിരുന്നതായ ആ കിരീടം എടുത്തു അത് അണിഞ്ഞു. കാരണം അവിടുത്തെ ദൈവത്തെ തുച്ഛീകരിക്കാൻ വേണ്ടി അദ്ദേഹം അത് ചെയ്തു. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ എല്ലാ സ്വർണവും വെള്ളിയും എല്ലാവിധമായ സമ്പത്തും ദൈവം കൊടുത്തിട്ടുണ്ട്. അല്ല മറ്റ് രാജ്യങ്ങളെയൊക്കെ യുദ്ധം ചെയ്ത് അദ്ദേഹം അത് കീഴടക്കി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇത് അവരുടെ ദൈവം വെറും മാനുഷികമായിട്ടുള്ളത് മാത്രമാണ് എന്നുള്ളത് അവരെ ബോധ്യമാക്കുവാൻ വേണ്ടിയായിരിക്കണം ആ കിരീടം അദ്ദേഹം അണിഞ്ഞിരുന്ന ചരിത്രകാരന്മാർ അതിൻ്റെ വിശദീകരണങ്ങൾ രേഖപ്പെടുത്തി വായിക്കാനിടയായി തീർന്നിട്ടുണ്ട്. എന്തായിരുന്നാലും അപ്രകാരം ദാവീദ് അവിടെ ചെയ്യുകയും അവരെ അവിടെ തോൽപ്പിക്കുകയും ചെയ്യുന്നതായി നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ 4 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഫിലിസ്ത്യരുമായി വീണ്ടും യുദ്ധം ചെയ്യുകയും അവരെ തോൽപ്പിക്കുകയും അതിലെ അമാനുഷികനായ ഒരു മനുഷ്യനെ അവിടെ കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. ഈ മനുഷ്യൻ ഗോലിയാത്ത് ആയിരുന്നു എന്ന മുൻ ശമൂവേലിൻ്റെ പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചിരുന്നത് അങ്ങനെയാണ്. എന്ന് ഇവിടെ പറയുന്നത് ഗോലിയാത്തിൻ്റെ സഹോദരൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് എല്ലാ കൈകളിലും കാലുകളിലും എല്ലാം നമുക്കൊക്കെ 5 വിരലുള്ളപ്പോൾ അദ്ദേഹത്തിന് 6 വിരലുകൾ വീതമുണ്ടായിരുന്നു എന്നും ഒക്കെ നമ്മളിവിടെ വായിക്കുന്നത്. അങ്ങനെ മൊത്തം 24 വിരലുകളുള്ള അമാനുഷികനായ ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നു എന്നാണ്. അത് നമ്മളെ ബോധ്യമാക്കുന്നത് ദൈവം നമ്മോടുകൂടി ഉണ്ടെങ്കിൽ, ദൈവികമായ ശക്തി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് അമാനുഷികമായ ശക്തിയെയും ഏത് പൈശാചിക ശക്തിയെയും പ്രലോഭനങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള വലിയ ദൂതാണ് ഇതിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. പിശാച് എത്ര ശക്തിമാനാണെങ്കിലും ദൈവികമായ ശക്തിക്ക് ആ ശക്തി ഒരിക്കലും അവന് കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര വലിയ അന്ധകാലത്തിനും പ്രകാശത്തെ കീഴടക്കാൻ സാധിക്കത്തില്ല. എത്ര വലിയ അന്ധകാലത്തെ ഒരു ചെറിയ പ്രകാശത്തിന് കീഴടക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും വേദപുസ്തകം വായിക്കുകയും ദൈവത്തിന് സമർപ്പിക്കുകയും ദൈവികമായ ചിന്തകളോടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ എത്ര വലിയ പൈശാചിക ശക്തികളെയും ദൈവികമായ ആ ശക്തിയോട് നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള ബോധ്യത്തോടെ ദിവസവും പ്രാർത്ഥിക്കുന്ന, വേദപുസ്തകം വായിക്കുന്ന, ആ വലിയ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരനുഭവത്തോടെ മനോഭാവത്തോടെ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.